പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വിശുദ്ധ കുർബാനയിലെ ഈശോയെ അങ്ങയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയും അഭിഷേകവും അനുഗ്രഹവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ 40-ാം വെള്ളിയിലാണ്. നോയമ്പിനോട് വളരെ വിശുദ്ധ വാരത്തോട് വളരെ അടുത്തു വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇനി നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് അടുക്കുമ്പോൾ കുറച്ചുകൂടി വിശുദ്ധീകരിക്കപ്പെട്ട് ആ വിശുദ്ധ വാരത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനുള്ള ഒരു ആത്മീയമായ ഒരുക്കം, തിന്മയെ തോൽപ്പിക്കുവാനുള്ള ഒരു വലിയ ഒരുക്കം ഈ ദിവസം നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ പല പരിത്യാപ്രവൃത്തികൾ, പലയിടങ്ങളിൽ കുരിശുമല കയറ്റം, മലയാറ്റൂർ മല കയറ്റം, അങ്ങനെ പല പരിത്യാപ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷെ അതിനോടൊപ്പം ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഇനിയൊക്കെ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് നമ്മളധികം പേരും ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഒക്കെ സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രായമായവർ, രോഗികളെയൊക്കെ കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുക്കുവാനൊക്കെയുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുവാൻ പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു കൊണ്ടിരുന്നത് വിശുദ്ധ കുർബാന. അത് നമ്മൾ ധ്യാനിച്ചത് ശ്രീലോഹ ഐക്യപ്പെട്ടവൻ. നീ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ മുങ്ങേണ്ട ശ്രീലോഹ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ യേശു ജീവിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. നാരകീയ ശക്തികളെ തകർക്കുന്ന ഇടം അത് വിശുദ്ധ കുർബാനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വചനം അവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ 2 മുതലുള്ള വചനങ്ങൾ ഞാൻ വായിക്കാം. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, സർപ്പം അഥവാ പിശാച് സ്ത്രീയോട് പറഞ്ഞ 3 നുണകളെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞത്. സ്ത്രീയോട് 3 നുണ പറഞ്ഞു പിശാച്. 1-ാമത്തെ നുണ, ഇത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും. 2-ാമത്തെ നുണ, ഇത് കഴിച്ചാൽ നിങ്ങൾ മരിക്കില്ല. 3-ാമത്തെ നുണ, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പിശാച് പറഞ്ഞ 3 നുണകൾ. പിശാച് 3 നുണ പറഞ്ഞു. പിശാച് ആരാണെന്ന് ഈശോ പറയുന്നുണ്ട്. പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. പിശാച് 3 നുണകൾ, 3 കള്ളങ്ങൾ പിശാച് സ്ത്രീയോട് പറഞ്ഞു. 1-ാമത്തെ കള്ളം, കണ്ണ് തുറക്കപ്പെടും. 2-ാമത്തെ കള്ളം, ഒരിക്കലും മരിക്കില്ല. 3-ാമത്തെ കള്ളം, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഈ 3 കള്ളങ്ങളാണ് പിശാച് പറഞ്ഞത്. നമുക്കറിയാം, കള്ളം ഉണ്ടെങ്കിൽ സത്യമുണ്ട്. സത്യത്തിന് വിരോധമായതാണ് കള്ളം. ഇപ്പം സത്യം എന്താണ്? ഇപ്പം നമുക്കറിയാം, പ്രകാശമുണ്ട്. പ്രകാശം എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സൂര്യനിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഒരു ബൾബ് ഓണാക്കുമ്പോൾ ആ ബൾബിൽ നിന്ന് വരുന്നു. പ്രകാശം വരുന്നു. പ്രകാശത്തിനൊരു സോഴ്സ്, ഒരു ഉറവിടമുണ്ട് പ്രകാശത്തിന്. അപ്പം നമ്മൾ ചോദിക്കുക, ഇരുട്ട് എവിടെ നിന്ന് വരുന്നു? ഇരുട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇരുട്ടിന് ഒരു സോഴ്സ് ഇല്ല. ഇരുട്ട് എവിടെ നിന്ന് വരുന്നു? പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ പ്രകാശത്തിനൊരു ഉറവിടമുണ്ട്. നമ്മൾ ചൂണ്ടിക്കാണിക്കും, ആ പ്രകാശം വരുന്നത് സൂര്യനിൽ നിന്നാണ്, അത് ചന്ദ്രനിൽ നിന്നാണ്, അല്ലെങ്കിൽ അത് ഇന്ന ലൈറ്റ് ബൾബിൽ നിന്നാണ് നമ്മൾ പറയും.
അതിന് സോഴ്സ് ഉണ്ട്, എന്നാൽ ഇരുട്ട് എവിടുന്ന് വരുന്നു? സോഴ്സ് ഇല്ല. അപ്പോൾ ഇരുട്ടിൻ്റെ നിർവചനം തന്നെ പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. അപ്പോൾ ഒരാൾ അന്ധകാരത്തിലാണെന്ന് പറയുമ്പോൾ അയാൾ പ്രകാശത്തിൽ നിന്ന് അകലെയാണെന്നാണ്. അപ്പോൾ എന്താണ് കള്ളത്തരം? നുണ എന്താണ്? സത്യത്തിൻ്റെ അഭാവമാണ്. അപ്പോൾ സത്യം എന്താ? ഈശോ പറഞ്ഞു, ഞാനാണ് സത്യം, വഴി, സത്യം, ജീവൻ. സത്യം എന്താണ്? ഈശോ മിണ്ടിയില്ല. സത്യം യേശുവാണ്. അപ്പോൾ യേശു എന്താ? പിശാച് നുണ പറഞ്ഞു, അല്ലേ? പിശാച് നുണ പറഞ്ഞു. 3 നുണകൾ സ്ത്രീയോട് പറഞ്ഞു. ഇനി ആ നുണ മാറുന്നത് എവിടെയാണ്? നുണ മാറുന്നൊരു സ്ഥലം വേണം. നുണ മാറുന്നു. ഒന്നാമത്തെ നുണ ഇതാണ്: ഇത് ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഭക്ഷിച്ചാൽ കണ്ണ് തുറക്കപ്പെടും. അതെവിടെയാണ്? ആ വചനം ഇവിടെയാണ്. ലൂക്ക 24 നമ്മൾ വചനം വായിക്കുകയാണ്. 30 മുതലുള്ള വചനങ്ങൾ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അടുത്ത വചനം: അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അപ്പോൾ ഈശോ അപ്പം എടുത്ത്, ഉദ്ധാനത്തിന് ശേഷം ഈശോ അപ്പം, വിശുദ്ധ കുർബാന ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു ഭക്ഷണത്തിലിരുന്നപ്പോൾ. അപ്പോൾ അപ്പം മുറിച്ച് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് പറഞ്ഞു, ഇത് കഴിക്ക്, കണ്ണ് തുറക്കപ്പെടും. ഇപ്പോൾ ഈശോ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു, വിശുദ്ധ കുർബാന കൊടുത്തു, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. രണ്ടാമത് പിശാച് പറഞ്ഞ കള്ളം എന്തായിരുന്നു? പിശാച് രണ്ടാമത് പറഞ്ഞ കള്ളവിധാണ്: നിങ്ങൾ മരിക്കുകയില്ല എന്ന കള്ളമാണ് പിശാച് രണ്ടാമത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 6:47, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. അടുത്ത വചനം: ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. ഇതാണ് പിശാച് പറഞ്ഞത്. പിശാച് എന്താ പറഞ്ഞത്? ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ജീവിക്കും. എന്നാൽ അത് ഭക്ഷിച്ച് മരണത്തിലേക്ക് വന്നു. പാപം വഴി മരണം കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ യേശു അതിനെ തകർക്കുകയാണ്. പിശാച് പറഞ്ഞു, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കില്ല. എന്നാൽ പിശാച് നുണ പറഞ്ഞു. അത് ഭക്ഷിച്ചു, മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം കടന്നു വന്നു. ഇനി ആ മരണത്തിന് പരിഹാരമുണ്ട്. അതാണ് ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. അപ്പോൾ പിശാചിൻ്റെ രണ്ടാമത്തെ കള്ളം പൊളിയുകയാണ്. വിശുദ്ധ കുർബാന യേശു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. ഇനി മൂന്നാമത് പിശാച് പറഞ്ഞ കള്ളം ഇതായിരുന്നു: നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പിശാച് പറഞ്ഞു. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, യോഹന്നാൻ 6:56, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. നിങ്ങൾ ദൈവത്തെ പോലെയാകും. നമ്മളെ ദൈവത്തിലേക്ക് വളർത്തുന്നു. ദൈവം തന്നെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി മാറ്റുന്നു. ദൈവം സ്വയം നമുക്കായിട്ട് തരുന്നു. അപ്പോൾ പിശാച് പറഞ്ഞ ആ 3 കള്ളങ്ങൾ തകരുകയാണ്. പിശാച് പറഞ്ഞു, നിങ്ങളിത് കഴിച്ചാൽ കണ്ണ് തുറക്കപ്പെടും, നിങ്ങൾ ഇത് കഴിച്ചാൽ മരിക്കില്ല, നിങ്ങളിത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. എന്നാൽ അത് കഴിച്ചപ്പോൾ, പിശാച് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴം കഴിച്ചപ്പോൾ അവർ മരിച്ചു, അവർ ദൈവത്തിൽ നകന്നു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. എന്നാൽ വചനം പറയുകയാണ് ഈശോ അപ്പമെടുത്തു കൊടുത്തു, അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഈശോ പറഞ്ഞു, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല. ഈശോ പറഞ്ഞു, ഇത് ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. പ്രിയപ്പെട്ടവരെ, അർത്ഥം എന്താണ്? വിശുദ്ധ കുർബാനയാണ് പിശാചിനെ തകർക്കുന്ന ഇടം. പിശാച് തകരുന്ന ഇടം വിശുദ്ധ കുർബാന. അപ്പോൾ പരിഹാരം എന്താ? അപ്പോൾ നമ്മൾ ഓർക്കുക, എന്തായിരുന്നു പാപത്തിൻ്റെ പ്രവൃത്തി? ഏദൻ തോട്ടത്തിലെ പാപത്തിൻ്റെ പ്രവൃത്തി എന്താ? പാപം അനുസരണക്കേടായിരുന്നുവെങ്കിൽ, പാപം അഹങ്കാരമായിരുന്നുവെങ്കിൽ, പ്രവൃത്തി എന്താ? അവർ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ഭക്ഷിച്ചു, അതാണ് പ്രവൃത്തി. പാപത്തിൻ്റെ പ്രവൃത്തി തിന്നു എന്നതാണ്, ഭക്ഷിച്ചു എന്നതാണ്. ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഭക്ഷിച്ചു. ഇനി അതിൻ്റെ പരിഹാരം എന്താ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പോയിസൺ ചെന്ന് കഴിഞ്ഞാൽ, വിഷം ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതിന് തുല്യമായ, അതിന് പ്രതിരോധം തീർക്കുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മുടെ ശരീരത്തിൽ മാറ്റുന്ന മറ്റൊരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യും.
അല്ലേ? അത് ഇത്ര സമയത്തിനുള്ളിൽ ചിലപ്പോൾ നമ്മൾ വല്ല പാമ്പ് കടിയേറ്റമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ടുചെല്ലാൻ വൈകിയെന്ന് പറയും. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ആ ഏത് വിഷമാണോ നമ്മുടെ ഉള്ളിൽ ചെന്നത് അതിന് തുല്യമായ ഒരു ആൻറ്റിഡോട്ട്, അതിന് തുല്യമായൊരു മരുന്നുണ്ട്, അതിനെ മാറ്റുന്ന ഒന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിച്ചു. ഇനി അതിൻ്റെ പരിഹാരം എന്താ? ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം. യേശു അപ്പമാവുകയാണ്. യേശു പിശാച് കാട്ടിക്കൊടുത്തു, യേശു അപ്പമാവുകയാണ്. ഇതിന് പരിഹാരം നിങ്ങളിത് കഴിക്കണം. ഇത് കഴിക്കുക എന്നതാണ്. ഇത് കഴിക്കുന്നവൻ ജീവിക്കും, ഇത് കഴിക്കുന്നവൻ ജീവിക്കും, ഇത് കഴിക്കുന്നവൻ മരിക്കില്ല, ഇത് കഴിക്കുന്നവൻ ദൈവത്തെ പോലെയാകും. നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാനല്ലേ? അതിന് ഞാൻ എൻ്റെ ശരീരത്തെ നൽകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ശരീരത്തെ നൽകുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു? നിങ്ങൾക്ക് എന്തായിരുന്നു കുറവ്? നിങ്ങളുടെ കുറവ് എന്താ? ദൈവത്തെ പോലെയാകാൻ. ദൈവത്തെ പോലെയാകാൻ നീ പിശാച് പറയുന്നതല്ല കേൾക്കേണ്ടത്. ദൈവത്തെ പോലെയാകാൻ ഞാനിപ്പോൾ നിനക്ക് തരുന്നു. എന്ത്? എൻ്റെ ശരീരം. ദൈവത്തിൻ്റെ ശരീരം ദൈവം തരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ പോലെ നമ്മൾ ആയി മാറുവാൻ. പ്രിയപ്പെട്ടവരെ, അതിനാൽ വിശുദ്ധ കുർബാന തിന്മയെ തകർക്കുന്ന, തിന്മയെ ഇല്ലാതാക്കുന്ന, തിന്മയെ നശിപ്പിക്കുന്ന, തിന്മയെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ കൂദാശയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാവിധ തിന്മകളും, എല്ലാവിധ തിന്മയുടെ ശക്തിയും അവിടെ തകരാൻ ദൈവം ഇടവരുത്തും. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന എവിടെയെല്ലാം നടക്കുന്നുവോ അവിടെ തിന്മയുടെ തകർച്ചയുണ്ടാകും. ഇപ്പം നമ്മളോട് എന്താ ഈശോ പറയുന്നത്? ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ വൈദികൻ അപ്പവും വൈദികൻ കാസയും എടുത്ത് പിടിക്കുമ്പോൾ എന്താണ് ഈശോ നമ്മളോട് പറയുന്നത്? മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഇതിനോട് ചേർത്ത് വയ്ക്കുക. നിൻ്റെ ജീവിതത്തെ ഈശോ അപേക്ഷിക്കുക. മക്കളെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ദാമ്പത്യ ജീവിതത്തെ, നിൻ്റെ സമർപ്പിത ജീവിതത്തെ ഈ ഉയർത്തപ്പെടുന്ന അപ്പത്തോടും ഈ കാസയോടും ചേർത്ത് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ അപ്പം, ഈ കാസയിലെ വീഞ്ഞ് യേശുവിൻ്റെ രക്തമായി, യേശുവിൻ്റെ ശരീരമായിട്ട് മാറും. അപ്പോൾ നീ ആരുടേതായി മാറും? ഈ അപ്പത്തോട് ചേർത്ത് വയ്ക്കുന്ന നീ യേശുവിൻ്റേതായിട്ട് മാറും. അതാണ് സഭ ചെയ്യുന്നത്. സഭ അതാ പറയുന്നത്. ഒരു വൈദികൻ കുർബാന മധ്യേ അപ്പവും വീഞ്ഞും എടുത്തുയർത്തുമ്പോൾ യേശു അപേക്ഷിക്കുക. ഈ കുർബാനയിൽ നിൽക്കുന്ന മക്കളോട്, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഈ അപ്പത്തോട്, ഈ വീഞ്ഞിനോട് ചേർത്ത് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ, പ്രാർത്ഥന കഴിയുമ്പോൾ ഈ അപ്പവും ഈ വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറും. അതിനർത്ഥം നീ യേശുവിൻ്റേതായിട്ട് മാറുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം, അച്ഛാ, ഒരുപാട് പേര് മന്ത്രവാദ കൂടോത്രം, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, അച്ഛാ, അവിടെ വീട് വെച്ചതുകൊണ്ട്, ഇവിടെ വീട് വെച്ചതുകൊണ്ട്, ഇവിടെ ഇത് ചെയ്തതുകൊണ്ട് ഇതാണോ പ്രശ്നം? ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചിലരൊക്കെ വരുന്നത് അതുകൊണ്ട്, അച്ഛാ, ഇപ്പം ഞങ്ങൾ വിളിച്ച വീട്, ആ വീട് വെച്ചതിന് ശേഷമാണോ ഈ പ്രശ്നങ്ങൾ? ഇങ്ങനെ ഒരുപാട് പേര്. ഒരിക്കലും ഒരു കുടുംബം ഞാൻ ഓർക്കുക. ആ കുടുംബം, ഹസ്ബൻഡ് 10-20 വർഷം വിദേശത്ത് ജോലി ചെയ്തതാണ്. അപ്പോൾ ജോലി ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചു, കുടുംബമായി. അപ്പോൾ 20 വർഷം വിദേശത്ത് ജോലി ചെയ്യുന്നതാണ്. പുള്ളി സ്വന്തമായിട്ടൊരു 3-4 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു. 20 വർഷം വിദേശത്ത് ജോലി ചെയ്തു, കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. അപ്പോൾ വീട് വെച്ചു. വീട്ടിലേക്ക്, അപ്പോൾ വീട് വയ്ക്കുന്ന സമയത്ത് എന്തോ അയൽപക്കക്കാരുമായിട്ട് എന്തോ അസ്വസ്ഥം, മതിലോ ഗേറ്റോ ഒക്കെ വയ്ക്കുന്ന സമയത്ത് എന്തോ അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ വീട് വെച്ച് ഇവരുടെ അടുത്തുള്ളവർ പറഞ്ഞു, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, അവരങ്ങനെയുള്ളവരാണ്, അവരിങ്ങനെയുള്ളവരാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം അയൽവക്കക്കാരെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഈ കുറ്റത്തിൻ്റെ ആത്മാവ് അത് വെറുപ്പിൻ്റെ ആത്മാവാണ്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവർ വന്ന് സംഭവിച്ച കാര്യം ഇതാണ്. ഈ മൂത്ത ആൺകുട്ടി, ഇളയ പെൺകുട്ടി. അപ്പോൾ ഇവർ വന്നു വീട്ടിൽ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞു. ആദ്യത്തെ ദിവസം അവിടെ താമസിക്കുമ്പോൾ ഈ അടുക്കള ഭാഗത്തേക്ക് എങ്ങാണ്ട് ഇളയ പെൺകുട്ടി പോയതാണ്. അവൾ പോയ വഴി കാല് തന്നെ അവിടെ വെള്ളം, വീട്ടിൽ ഈ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞ്, വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് പല കാര്യങ്ങളവിടെ ഉണ്ടാകുമല്ലോ, വെള്ളത്തിലെങ്ങോ ചവിട്ടി ഇവിടെ വീണുകൊണ്ട് കൈ ഒന്ന് പൊട്ടി. അത് മരുന്നൊക്കെ വെച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് അവർ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷം, പുതിയ വീട്. രാവിലെ എഴുന്നേറ്റ് ഈ മുറ്റടിക്കുന്ന സമയത്ത് ഈ
ഗേറ്റിനോട് ചേർന്ന്, ചെറിയ സ്ഥലമാണ്, ഈ വീടിൻ്റെ ഈ മതിലിനോട് ചേർന്ന് ഒരു മുട്ട കിടക്കുന്നു. ഇത് പോയി ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂത്ത ചെറുക്കൻ സൈക്കിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ പന്തലൊക്കെ ഇട്ടിരുന്നു ഹൗസ് വാമിങ്ങിന്. ആ പന്തലിൻ്റെ കുഴിയിലെങ്ങോ സൈക്കിളിൻ്റെ വീല് ചാടി സൈക്കിൾ മറിഞ്ഞു. ഇവർ ഈ പെൺകുട്ടി തലേ ദിവസം വീട്ടിൽ ടൈലിൽ വെള്ളത്തിൽ കാല് തന്നെ വീണതും ഈ സൈക്കിൾ മറിഞ്ഞതും ഈ മതിലിൻ്റെ വീടിൻ്റെ അടുത്ത് മുട്ട കിടക്കുന്നു. അത് വല്ല പാചകക്കാരിട്ട് പോയതായിരിക്കും. ഇവരെ മുട്ടയുമായിട്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുക. അച്ചോ, ഈ വീട്ടിൽ കയറി ഇന്നലെയാണ് ഹൗസ് വാമിങ്, ഈ ഒരു ദിവസമായിട്ടില്ല, അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വചനം മാത്രം ധ്യാനിക്കുക, ഒരൊറ്റ വചനം മാത്രം ധ്യാനിക്കുക. ആ വചനം ഇതാണ്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വചനം. ഈ വചനം ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. സംഖ്യ 23:23. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല, ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കില്ല, ദൈവം പ്രവർത്തിച്ചത് കാണ് എന്ന് പറയേണ്ട സമയമായത്. ഇനി അതിന് മുമ്പത്തെ വചനമുണ്ട്. 21. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചുമില്ല, അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. കണ്ടോ, യാക്കോബിന് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വചനം കേട്ടോ. അവരുടെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടെന്ന്, എന്ന് വെച്ചാൽ യാക്കോബ് ഇസ്രായേലിന് ആഭിചാരം ക്ഷുദ്രവിദ്യ ഏക്കിയേല. ദൈവം പ്രവർത്തിച്ചത് കണ്ടാൽ മതി. യാക്കോബിന് ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഏക്കിയേല. ഒരു മന്ത്രവാദം, ഒരു കൂടോത്രം, ഒരു ക്ഷുദ്രവിദ്യയും യാക്കോബിന് ഏക്കിയേല. യാക്കോബിൻ്റെ ഔട്ടർ ലെവലിൽ പോലും തൊടില്ല. പക്ഷെ ഉറപ്പിക്കണം. ഇത് യാക്കോബ് ഉറപ്പിക്കണം. ഇത് ഇസ്രായേൽ, നമ്മൾ ഓരോരുത്തരുമാണ് പുതിയ ഇസ്രായേൽ, പുതിയ യാക്കോബ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുമാണ്, ഓരോ ക്രൈസ്തവനും ഓരോ കത്തോലിക്കനുമാണ് പുതിയ ഇസ്രായേൽ, പുതിയ യാക്കോബ്. പുതിയ നിയമം അനുസരിച്ച് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് ചെയ്ത പ്രവൃത്തി കാണണം. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നീ കാണ്. അത് കാണാനുള്ള സമയമാണ് ഈ വിശുദ്ധ വാരം. കർത്താവ് നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ ആയിരിക്കുവാൻ കർത്താവ് ചെയ്ത പ്രവൃത്തി കണ്ടാൽ മാത്രം മതി. എൻ്റെയും നിങ്ങളുടെയും കൂടെ ആയിരിക്കുവാൻ ദൈവം ചെയ്ത പ്രവൃത്തി, അതാണ് വിശുദ്ധ കുർബാന. ഇത് കണ്ടാൽ മതി, ഇതിൽ നിന്നാൽ മതി, ഇതിലേക്ക് നോക്കിയാൽ മതി. ആ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്ന് നമ്മൾ മറക്കാതെ വായിക്കേണ്ട വചനഭാഗമാണ് പ്രിയപ്പെട്ട ഒരു സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 21-ഉം 23-ഉം വചനങ്ങൾ. കർത്താവ് അവരുടെ കൂടെയുണ്ടെന്ന്, കർത്താവ് ചെയ്ത പ്രവൃത്തി കാണുക. ഇസ്രായേലിന്, യാക്കോബിന് ക്ഷുദ്രവിദ്യ ആഭിചാരം ഏൽക്കില്ല. ഈ വചനം നമ്മൾ മറക്കരുത്. ഈ വചനം മറന്നു പോകരുത്. ഞാൻ കാണണം, ഞാൻ എൻ്റെ കണ്ണ് തുറന്ന് ഓരോ കത്തോലിക്കനും കാണ്, ഓരോ വിശ്വാസിയും കണ്ണ് തുറന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി. ദൈവം സ്വപുത്രനെ നൽകി, സ്വപുത്രനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം സ്വപുത്രനെ നിനക്ക് ഭക്ഷണമാക്കി. ഇതാണ് ദൈവം ചെയ്ത പ്രവൃത്തി. ഇത് നമ്മൾ കാണണം. ഇത് കണ്ടാൽ ഒരു തിന്മയും ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ തൊടുകില്ല. ഒരിക്കലും ഒരു പോപ്പുലർ മിഷൻ ധ്യാനമാണ്. ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഒരു സ്ഥലത്ത്, പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്ത് ധ്യാനം നടക്കുകയാണ്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ തലേ ഞായറാഴ്ച ഞങ്ങൾ അവിടെ ഒരുക്കാൻ വേണ്ടി ചെല്ലും. 3 ഇടങ്ങളിൽ ധ്യാനം നടക്കുകയാണ്. ധ്യാനം നടക്കുമ്പോൾ തലേ ഞായറാഴ്ച ഞങ്ങൾ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ രാത്രി, ശനിയാഴ്ച ഞങ്ങൾ ആ പള്ളിയിലെത്തി. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ, നമ്മൾ പള്ളിയിൽ ധ്യാന കേന്ദ്രമില്ല, 3 സ്ഥലങ്ങളിലാണ്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടവകക്കാരൻ തന്നെയാണ് ഈ സ്റ്റേജ് ഇടുന്നത്. അപ്പം ഈ ഓപ്പൺ സ്പേസിലാണ് ജനങ്ങളിരിക്കുന്നത്, സ്റ്റേജ് മാത്രമേ ഉള്ളൂ, കുർബാന നടക്കുന്നൊരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വചനപ്രഘോഷണം, കുർബാന, ഇതാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു ബേസ്. അപ്പോൾ ഞങ്ങളോട് ഈ അച്ഛൻ പറഞ്ഞു, 3 സ്ഥലത്ത് സ്റ്റേജ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ക്രമീകരണം വേറെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ശനിയാഴ്ച രാത്രി ഞങ്ങളവിടെ കിടന്നുറങ്ങി.
രാവിലെ കുർബാനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ 7 മണിയുടെ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ ഒരു ആ പള്ളിയിലെ കൈക്കാരനോ അല്ലെങ്കിൽ ഈ പോപ്പിൾ മിഷൻ ധ്യാനത്തിൻ്റെ ലീഡറോ കൺവീനറോ മറ്റോ ഓടി വന്നു. അദ്ദേഹം വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് എന്തോ രഹസ്യം പറയുന്നുണ്ട്, ടെൻഷൻ അടിച്ചാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളിട്ട ഒരു സ്റ്റേജ് രാത്രി മഴയോ കോളോ കാറ്റോ ഒരു ചെറിയ കാറ്റ് പോലും ഇല്ല, പക്ഷേ ആ സ്റ്റേജ് നിലം പതിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് നോക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നമുക്ക് കുർബാനയിലട്ടെ. അങ്ങനെ കുർബാന കഴിഞ്ഞു. അങ്ങനെ കുർബാന കഴിഞ്ഞ് 3 സെൻറ്ററുകളിലും പ്രാർത്ഥിക്കാൻ പോകും. എന്നിട്ട് അവിടെ പേപ്പൽ പതാകയൊക്കെ ഉയർത്തി ആ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ 2 സ്ഥലം കഴിഞ്ഞ് 3-ാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ്, ഈ 3-ാമത്തെ സ്ഥലത്താണ് ഈ സ്റ്റേജ് മുഴുവനും വീണിരിക്കുക. അപ്പം ഒരു കാറ്റോ കോളോ ഇല്ല, വേറെ എങ്ങും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ വികാരി അച്ഛനും അവിടുത്തെ 2-3 ലീഡേഴ്സും എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, അച്ഛാ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, അവിടെ ധ്യാനം നടത്താം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അല്ല അച്ഛാ, ഈ സ്ഥലം ഇത് പ്രശ്നമുള്ളതാണ്, ഇത് ധ്യാനമല്ലേ എന്നോർത്ത് ഞങ്ങളിവിടെ സമ്മതിച്ചതാണ്. ഇത് ഇന്നവർ മേടിച്ച സ്ഥലമാണ്, അവർ മലബാറിലുള്ളവരാണ്, അവർ വന്ന് മേടിച്ച സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, എന്താണ്? അല്ലച്ച, ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഈ സ്ഥലത്തിൻ്റെ ഓണേഴ്സ് ഇത് 2 കൈമാറി വന്നതാണ്. എന്തോ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം അനുജനെ ജ്യേഷ്ഠൻ ഇവിടെ വച്ച് കൊന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തിന്മ ഇവിടെ കിടപ്പുണ്ട്. പലരും മാറി, ഇവരറിയാതെ മേടിച്ചതാണ്. ഇപ്പം മേടിച്ചവരറിയാതെ മേടിച്ചതാണ്. ഒരു സ്ക്വയർ ഫീറ്റ് നല്ല സ്ഥലമാണ്, നല്ല വഴി സൈഡ്, ഒരു ചെറിയ റോഡ്, ഒരു പഞ്ചായത്ത് റോഡ് അതിൻ്റെ സൈഡാണ്. അച്ഛാ ഇത് തിന്മയുള്ള ഇടമാണ്, നമ്മൾ ധ്യാനമല്ലേന്ന് ഓർത്താൽ ഇവിടെ നടത്താമെന്ന് ഓർത്തത്, പക്ഷേ വേണ്ട. അപ്പോൾ വികാരിച്ചെന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മൾ വേറെ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യമാണ്, കുർബാനയിൽ തകരാത്ത ഏത് തിന്മയാണ്? കുർബാനയാണോ വലുത്, ഈ തിന്മയാണോ വലുത്? അപ്പോൾ ഞാൻ വികാരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ചോ പോപ്പിൾ മിഷൻ ധ്യാനം അച്ഛൻ്റെ ഇടവകയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ധ്യാനം ഉണ്ടാകും. അച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്തിനാണ് വാശി പിടിക്കുന്നത്? അച്ഛൻ പട്ടം കിട്ടിയിട്ട് ഇത്രയും വർഷമല്ലേ ആയുള്ളൂ. ഞാൻ 10-40 വർഷമായി പൗരോഹിത്യം സ്വീകരിച്ചിട്ട് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, അച്ഛനറിയാം, പക്ഷേ ഈ ധ്യാനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ, പോപ്പിൾ മിഷൻ ധ്യാനം ഡയറക്ടർ എന്ന നിലയിൽ ഞാനൊരു തീരുമാനം പറയുന്നു. കാരണം എനിക്കൊരു കാര്യം ഉറപ്പിക്കണം. ഇപ്പം എന്താ ഇവിടെ തിന്മയുടെ ശക്തിയുണ്ട്, അതുകൊണ്ട് ഇവിടെ ധ്യാനം നടക്കുന്നില്ല. ഇതല്ലേ ഇവിടെ വരാൻ പോകുന്ന വാർത്ത. അവർ ധ്യാന കേന്ദ്രം മാറ്റി. അത് ഞാൻ കേൾക്കാൻ, ഈ ലോകത്തിൽ വിശുദ്ധ കുർബാനയിൽ തകരാത്ത തിന്മയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഇതിനെന്തൊക്കെ ദുരിതം വരുന്നുവോ അതെല്ലാം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഇവിടെ ധ്യാനം നടത്തണം. ഇവിടെ ധ്യാനമുണ്ട്. ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരെ വീണ്ടും വിളിച്ചു. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാവോ? നിങ്ങൾ ഒന്നുകൂടി ഇവിടെ ഇത് ഇടാവോ? നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ ഇതിടാവോ, ഈ പന്തലിടാവോ? അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാച്ചോ, ഞങ്ങൾ ചെയ്യാം. അച്ഛൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ അച്ഛന്മാർ ആ സ്ഥലം വെഞ്ചരിച്ചു, പ്രാർത്ഥിച്ചു, അവർ പന്തലിട്ടു, ധ്യാനം തുടങ്ങി. പ്രിയപ്പെട്ടവർ, എനിക്ക് ഉറപ്പുണ്ട് അവിടെ 5 ദിവസം വിശുദ്ധ കുർബാന ഉണ്ടാകും, വിശുദ്ധ കുർബാനയുടെ ആരാധന ഉണ്ടാകും. അതിൻ്റെ മുകളിൽ ഏത് തിന്മയുള്ളത്? അതിൻ്റെ മുകളിൽ ഒരു തിന്മയും ഇല്ല, ഒരു തിന്മയും ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇത് മേടിച്ച വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ അവർ വേറെ സ്ഥലത്ത് താമസിക്കുക, വേറെ ഇടവകയിൽ താമസിക്കുക. ഇത് മേടിച്ച അവർ വന്നു. അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞങ്ങൾക്കിപ്പോഴാണ് ശ്വാസം വീണത്, ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അച്ഛനറിയാവോ, ഞങ്ങൾ ഈ സ്ഥലം മേടിച്ച് വീട് വയ്ക്കാൻ തീരുമാനിച്ചതാണ്. അച്ഛൻ കണ്ടില്ലേ അവിടെ കല്ല് കിടക്കുന്നത്? ഞങ്ങൾ തറ കെട്ടിയതാണ്. ഞങ്ങൾ ആദ്യം ചെയ്തത് കിണർ കുത്തി ഒരു 3 കോല് വെള്ളം കണ്ടിട്ട് ഞങ്ങൾ പോയി. പിറ്റേ ദിവസം വരുമ്പോൾ ആ കിണർ വറ്റിക്കിടക്കുന്നു. അച്ഛനറിയാവോ, തറ കെട്ടി, ഒരു കാരണവുമില്ല, തറ കെട്ടി പണി ആരംഭിക്കേണ്ട, തറ കുറച്ച് നാൾ അവിടെ ഇട്ടു, പണി ആരംഭിക്കേണ്ട ദിവസത്തിൻ്റെ തലേ ദിവസം തറയുടെ ഒരു മൂല ഇടിഞ്ഞു കിടക്കുന്നു. അച്ഛോ, എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഓർക്കുക, ഒരു പക്ഷേ ഉണ്ട്, പ്രപഞ്ചശക്തികളോ തിന്മയുടെ ശക്തികളോ ഉണ്ട്. അവർ പറഞ്ഞതുപോലെ ആയിരിക്കാം. ചിലപ്പോൾ അവിടെ ഒരു സഹോദരൻ്റെ രക്തം വീണ ആ സ്ഥലമായിരിക്കാം, തിന്മയുള്ള ഇടമായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഏത് തിന്മയാണെങ്കിലും, ലോകത്തിലേത് പൈശാചിക ശക്തിയാണെങ്കിലും,
കുർബാനയിൽ അഴിയാത്ത തിന്മയില്ല, കുർബാനയിൽ കിട്ടാത്ത വിടുതലില്ല. അതിനാൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കുക. എനിക്കറിയാം ഇപ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടന്ന സ്ഥലത്ത് ഈ കുടുംബത്തിൻ്റെ ഒരു നല്ല 2 നില വീട് അവരുടെ കുടുംബം അവിടെയാണ്. ഞാനോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം വിൽക്കുന്നില്ല, വീട് വയ്ക്കാനാണെങ്കിൽ നിങ്ങൾ വീട് വയ്ക്കണം. ഇത് യേശു ആശീർവദിച്ച് നിങ്ങൾക്ക് തരികയാണ്. യേശുവിൻ്റെ ബലിയാൽ തിന്മയെ തോൽപ്പിച്ച് നിങ്ങൾക്ക് തരികയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയാണ് തിന്മയെ തോൽപ്പിക്കുന്ന ഏറ്റവും വലിയ കൂദാശ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് പ്രിയപ്പെട്ടവരെ ധ്യാനിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനം, നമ്മൾ ധ്യാനിച്ച വചനമാണ് യോഹന്നാൻ 6:56. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ വചനം അഭിഷേകമായിട്ട് മാറട്ടെ. നമ്മളൊരു പക്ഷേ തിന്മയെ ഭയപ്പെടുന്നുണ്ട്. തിന്മയെ തകർക്കാൻ ഒറ്റ വഴിയുള്ളൂ, നീ കുർബാനയോട് നിന്നെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു. പാവനദീനം തന്നു പാപത്തിൻ കറപോക്കി, പാവനദീനം തന്നു പാപത്തിൻ കറപോക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം യോഹന്നാൻ 6:56. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കാണുകയായിരുന്നു എല്ലാ തിന്മകളും തകരുന്നത്, എല്ലാ കെട്ടുകളും അഴിയുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അഴിയാത്ത ഒരു തടസ്സവുമില്ല. ഇസ്രായേൽ ജനം എവിടെയെല്ലാം തടസ്സത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുവോ, എവിടെയെല്ലാം പ്രതികൂല സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുവോ, അവിടെ ദൈവം പറയുന്നൊരു കാര്യം ഇതാണ്: ഇതാ വാഗ്ദാന പേടകം എടുത്ത് നിങ്ങൾ മുമ്പേ പോകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം തടസ്സം ജീവിതത്തിലുണ്ടോ, സാത്താൻ്റെ എല്ലാ അധികാരവും, പിശാചിൻ്റെ സാമ്രാജ്യം മുഴുവനും തകരുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതിനാൽ നമ്മൾ വിശുദ്ധ കുർബാനയോട് നമ്മളെ ചേർത്ത് വയ്ക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ 3-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, ഈ പഴം ഭക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. പിശാച് സ്ത്രീയോട് പറഞ്ഞ 3 കള്ളങ്ങൾ, പിശാച് പറഞ്ഞ 3 കള്ളങ്ങൾ ഇതായിരുന്നു: ഈ പഴം ഭക്ഷിക്ക്, കണ്ണ് തുറക്കപ്പെടും, ദൈവത്തെ പോലെയാകും, നിങ്ങൾ മരിക്കില്ല. 3 കള്ളങ്ങൾ പിശാച് പറഞ്ഞുവെങ്കിൽ അത് പറയാൻ പിശാചിനെ പ്രേരിപ്പിച്ചത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റണം. ദൈവം അരുതെന്ന് പറഞ്ഞത്, ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ഭക്ഷിക്കാൻ പറഞ്ഞു. ദൈവം എന്ത് വേണ്ട എന്ന് പറഞ്ഞുവോ അത് നിങ്ങൾ ഭക്ഷിക്കാൻ പിശാച് ആവശ്യപ്പെട്ടു. അതിന് പിശാച് പറഞ്ഞ 3 കാരണം: 1, നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. 3 കള്ളങ്ങൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യനത് ഭക്ഷിച്ചു. അവൻ അന്ധകാരത്തിലേക്കായി. അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഇരുട്ട് നഷ്ടപ്പെട്ടു, അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ പ്രകാശം നഷ്ടപ്പെട്ടു. അവൻ ഇരുട്ടിലായി. അവൻ മരണത്തിലേക്ക് വന്നു. പാപം മരണത്തിലേക്ക് വഴിതെളിച്ചു. അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകന്നു. എന്നാൽ യേശു വന്നു. യേശു വന്നപ്പോൾ യേശു എന്തു ചെയ്തു? മനുഷ്യൻ പാപത്തിലേക്ക് പോയത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഭക്ഷിച്ചത് വഴിയാണ്. എന്നാൽ യേശു എന്തു ചെയ്തു? യേശു പറഞ്ഞു, ഇതിന് പരിഹാരം ഇതാണ്, നീ ഭക്ഷിക്കണം, എൻ്റെ ശരീരം ഭക്ഷിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? പിശാച് പറഞ്ഞ 3 കള്ളങ്ങൾ, പിശാച് കള്ളമാണ് പറഞ്ഞതെങ്കിൽ അപ്പോൾ ജീവിതം നന്മയിലേക്ക് വരും. ഇതാ നമ്മൾ കണ്ടു ലൂക്ക 24:31. അവൻ അപ്പമെടുത്തവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. യോഹന്നാൻ 6:46-48. ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല. യോഹന്നാൻ 6:56. ഇത് ഭക്ഷിക്കുന്നവനിൽ ഞാനും അവൻ എന്നിലും വസിക്കും, ദൈവത്തെ പോലെയാകും. പിശാച് പറഞ്ഞ 3 കള്ളങ്ങൾ വിശുദ്ധ കുർബാനയിൽ തകരുന്നു. പിശാച് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇതാ വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കുന്നു. വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ അവർ നിത്യതയിലേക്ക് വരുന്നു. വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ ദൈവം അവരിൽ വസിക്കുന്നു, അവർ ദൈവത്തെ പോലെയാകുന്നു. പ്രിയപ്പെട്ടവരെ, പിശാചിനെ തകർക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് സഭ
ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ നിൽക്കാൻ കാരണം വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് എല്ലാ കൂദാശകളും, വിവാഹമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, സന്യാസ വ്രതവാഗ്ദാനമാകട്ടെ, എല്ലാം വിശുദ്ധ കുർബാനയിൽ വച്ച് സഭ ആശീർവദിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയിൽ വച്ച് ആശീർവദിക്കാൻ കാരണം, വിശുദ്ധ കുർബാനയിൽ വച്ച് ഒരു കാര്യത്തെ സമർപ്പിക്കുമ്പോൾ അതിനെ തകർക്കാൻ പിശാചിന് സാധിക്കില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ വിവാഹം സഭ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ച് ആശീർവദിക്കുന്നു? എന്തുകൊണ്ട് ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പുരോഹിതനാകുന്നു? എന്തുകൊണ്ട് ഒരു സമർപ്പിത വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സമർപ്പിതയാകുന്നു? കാരണം ഇത്രയേ ഉള്ളൂ, വിശുദ്ധ കുർബാനയാണ് ജീവിതത്തിൻ്റെ കേന്ദ്രം. വിശുദ്ധ കുർബാനയാണ് കേന്ദ്രമെങ്കിൽ അതിനെ തകർക്കാൻ പിശാചിന് പറ്റില്ല എന്ന് മാത്രമല്ല, പിശാചിനെ തകർത്തത് വിശുദ്ധ കുർബാനയാണ്. പിശാചിൻ്റെ സാമ്രാജ്യം തകർത്തത്, സാത്താൻ്റെ സാമ്രാജ്യം തകർത്തത് വിശുദ്ധ കുർബാനയാണ്. നമുക്ക് ഈ കുർബാനയിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പൂർണ്ണമായിട്ടും കരങ്ങൾ ഉയർത്തി ഈ ആരാധനയുടെ സമയം അനേകം കുടുംബങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എവിടെയെല്ലാം ഈ ശുശ്രൂഷ ഇപ്പോൾ മക്കൾ കാണുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. സ്നേഹമുള്ളവരെ, ഈ ധ്യാനത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ വിടുതൽ, ദിവ്യകാരുണ്യം ഏറ്റവും വലിയ വിടുതലിൻ്റെ കൂദാശയാണ്. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ വിടുതൽ, സൗഖ്യം ഒരാൾ അനുഭവിക്കണമെങ്കിൽ അയാൾ അനുദപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടൊരു വ്യക്തിയാകണം. അതിനാൽ നമ്മൾ അനുദപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി അനുദപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, ഒരു നല്ല കുമ്പസാരം നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓർത്ത് അനുദപിച്ചിട്ടില്ല എങ്കിൽ, അനുദപിക്കുവാനും കുമ്പസാരിക്കുവാൻ സാധിക്കുന്നവരാണെങ്കിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ പെട്ടവരാണെങ്കിൽ കുമ്പസാരിക്കുവാൻ, മറ്റ് വിശ്വാസങ്ങളിൽ മറ്റ് ഡിനോമിനേഷൻസ് അതിൽപ്പെട്ടവർ അല്ലെങ്കിൽ മറ്റ് മതസമൂഹങ്ങളിൽപ്പെട്ടവർ അനുദപിച്ച് യേശുവിനോട് ചേർത്ത് നിങ്ങളെ വയ്ക്കുവാനും ശ്രമിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഏത് മേഖലയിലാണ് എനിക്ക് വിടുതൽ വേണ്ടത്? ഏത് മേഖലയിലാണ് എൻ്റെ കുടുംബത്തിൽ തിന്മയുടെ പ്രവർത്തനം ഞാൻ കാണുന്നത്? ഏത് മേഖലയിലാണ് തിന്മ എന്നെ ഭരിക്കുന്നത്? ചിലപ്പോൾ ഒരു കുടുംബത്തിൽ അത് കുടുംബ ബന്ധങ്ങളിലാകാം. എപ്പോഴും കുടുംബത്തിൽ വൈരാഗ്യം, വെറുപ്പ്, സമാധാനമില്ല, ഐക്യമില്ല. പ്രത്യേകിച്ച് ദമ്പതികൾ തമ്മിൽ കലഹം. ഒരു കുടുംബത്തിൽ തന്നെ അവരുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിൽ, അവരുടെ മക്കളിൽ, തലമുറകളിൽ ഡിവോഴ്സ്, ഇതുപോലെ കുടുംബത്തിൽ എല്ലാമുണ്ട്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ കുടുംബത്തിൽ ഐക്യമോ കുടുംബ ബന്ധങ്ങളിൽ ഒരു സ്നേഹത്തിൻ്റെ ഉറപ്പോ ഇല്ല. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ബന്ധങ്ങളിലാകാം പിശാച് കൈവച്ചിരിക്കുന്നത്, ബന്ധങ്ങളിൽ പിശാച് കൈവച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ഓർക്കുക, ഏത് മേഖലയിലാണ് കുടുംബത്തിൽ തിന്മ കയറിയിരിക്കുന്നത്? നമ്മൾ ഓർക്കുക, ചില മേഖലകളിൽ പിശാച് നമ്മളെ ബന്ധിച്ചിടും. അപ്പോൾ ഈ ബന്ധനം മാറുന്നത് നമ്മൾ ഓർക്കുക, അവിടെ നമ്മൾക്ക് ആ ദൈവം നൽകുന്ന നന്മകളോ ദൈവം നൽകുന്ന സന്തോഷമോ ദൈവം നൽകുന്ന അനുഗ്രഹമോ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയല്ല. അപ്പോൾ നമ്മളുടെ ഈ കുടുംബം ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ അത് ബന്ധങ്ങളുടെ മേഖലയിലായിരിക്കും. ചിലപ്പോൾ നിസ്സാര കാര്യത്തിന് വഴക്കിടുന്നു. നിസ്സാര കാര്യം എപ്പോഴും കാരണം പോലും ഇല്ലാതെ കലഹങ്ങൾ നടക്കുന്ന കുടുംബങ്ങൾ, കാരണം പോലും ഇല്ലാതെ വഴക്ക് നടക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, കാരണം പോലും ഇല്ലാതെ ഭിന്നത വരുന്ന ഇടങ്ങൾ. ഇത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ പിശാച് ചില കാരണങ്ങൾ നമുക്ക് തരുന്നു. ആ കാരണങ്ങളിലൂടെ പിശാച് ഏതെങ്കിലും ഒരു തന്മയത്ത് എപ്പോഴും നമ്മളിൽ ഈ ഭിന്നത, കലഹം നടത്തിക്കൊണ്ടിരിക്കും. അതിനാൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അങ്ങനെയുള്ള
നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലാണ് പൈശാചിക പീഡകൾ നമ്മൾ കാണുന്നതെങ്കിൽ ഈ നിമിഷം യേശുവെ അങ്ങനെയുള്ള വ്യക്തികളെ, കുടുംബങ്ങളെ, ദാമ്പത്യ ജീവിതങ്ങളെ, സമൂഹങ്ങളെ, സഭയെ യേശുവെ സമർപ്പിക്കുന്നു. ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാ തിന്മകളും യേശുവെ, സ്നേഹത്തെ, ഐക്യത്തെ തകർക്കുന്ന എല്ലാ തിന്മകളും, തിന്മയുടെ അന്ധകാര ശക്തികളും യേശുവിൻ്റെ വിശുദ്ധ കുർബാനയുടെ അനന്ത കോടി യോഗ്യതയാൽ നിർവീര്യമാകുവാനും യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അനന്ത യോഗ്യതയാൽ അവയെല്ലാം നിത്യ നരകത്തിലേക്ക് എന്നേക്കുമായിട്ട് ഓടിപ്പോകുവാനും, അങ്ങനെ ഞങ്ങളുടെ ബന്ധങ്ങളെ, ഞങ്ങളുടെ സ്നേഹത്തെ, ഐക്യത്തെ തകർക്കുന്ന എല്ലാ തിന്മകളും മാറി ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനും ഇട നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ. ഇമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമേ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമേ ആരാധന. ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളുടെ കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചിടുന്നത് ചില രോഗങ്ങളുടെ മേഖലയിലായിരിക്കാം. ചിലപ്പോൾ ആവർത്തിച്ച് ഒരു വ്യക്തിക്ക് കഴിയുമ്പോൾ അടുത്തയാൾക്ക്, അല്ലെങ്കിൽ എല്ലാ തലമുറകളിലും രോഗം, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിസീസസ്, പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ. അതുകൊണ്ട് ഈശോ പറയുന്നത്, വർഷങ്ങളായി പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ മകളെ സുഖപ്പെടുത്തേണ്ടതില്ലെന്നോ എന്ന് വെച്ചാൽ, രോഗങ്ങളിലൂടെ പിശാച് ചില കുടുംബങ്ങളെ ബന്ധിക്കും. അതിൻ്റെ തെളിവെന്ന് പറയുന്നത് ഒരു രോഗം ഉണ്ടാകുന്നു എന്നതല്ല, മറിച്ച് എപ്പോഴും ഒരു കുടുംബത്തിൽ നിന്ന് രോഗം മാറുന്നില്ല. കിട്ടുന്ന വരുമാനം മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ തലമുറകളിലും ഒരു പർട്ടിക്കുലർ രോഗമുണ്ട്, ഹെറിഡിറ്ററി ആയിട്ട്, പാരമ്പര്യമായിട്ട് രോഗങ്ങൾ. ഇതാ ഈശോ പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് പിശാച് ബന്ധിച്ചിടുന്ന ഈ മകളെ മോചിപ്പിക്കേണ്ടതില്ലെന്നോ എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ പാപത്തിൻ്റെ ഫലമാകാം, വെറുപ്പിൻ്റെ ഫലമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പല കാര്യങ്ങളുമാകാം ചില രോഗം. ഇതല്ലെങ്കിൽ ചില രോഗം നമുക്കറിയാം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരുവാൻ വേണ്ടിയാണ്. എന്തു തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ അങ്ങനെ രോഗപീഠകൾ ഈ നിമിഷം വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. രോഗപീഠകൾ ഉണ്ടാകാം, ദൈവം അനുവദിക്കാം. എന്നാൽ ദൈവം അനുവദിക്കുന്ന രോഗപീഠയെ പിശാച് ഏറ്റെടുക്കാൻ ശ്രമിക്കും. അതാണ്. അപ്പോൾ രോഗപീഠയിൽ നമുക്ക് ഭയം, ദുഃഖം, നിരാശ. രോഗം വരുമ്പോൾ മറ്റുള്ളവരോട് കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ രോഗപീഠയെ പിശാച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ രോഗത്തെക്കുറിച്ച് നമ്മൾ പഴി പറയും, നമ്മൾ കുറ്റപ്പെടുത്തും, മറ്റുള്ളവരെ നമ്മൾ അതിന് പഴിചാരും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇതെല്ലാം പിശാച് ഏറ്റെടുത്തതിൻ്റെ അടയാളം. അപ്പോൾ നമ്മുടെ രോഗപീഠകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രണ്ട്, നമ്മുടെ ശരീരത്തെ പിശാച് ബന്ധിച്ചിരുന്ന ഒരു മേഖലയാണ് രോഗപീഠയെങ്കിൽ മറ്റൊരു മേഖല ശാരീരികമായ പാപങ്ങൾ. ഉദാഹരണത്തിന് ജഡിക പാപങ്ങൾ. ജഡിക പാപങ്ങൾ ഡയറക്റ്റായിട്ട് പിശാച് ശരീരത്തെ ബന്ധിക്കുന്ന ഒരു വഴിയാണ്. രണ്ട്, ഒരു പക്ഷേ നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്ന ലഹരി, മദ്യപാനം, പുകവലി, ഇതുപോലുള്ള കാര്യങ്ങൾ പിശാച് ബന്ധിക്കും. അപ്പോൾ എൻ്റെ ശരീരത്തെ ബന്ധിപ്പിച്ച, ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ഒരു പക്ഷേ ചില വ്യക്തികളെ രോഗങ്ങളിലൂടെ ബന്ധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജഡിക പാപങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളിലൂടെയോ ഒരാളെ പിശാചിനെ ബന്ധിച്ചിടാം. അപ്പോൾ നമ്മൾ ഓർക്കുക, എന്നെ പിശാച് എൻ്റെ ശരീരത്തെ ബന്ധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ കെട്ട്. ചില കുടുംബത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുടുംബത്തിൽ എല്ലാ തലമുറകളിലും മദ്യപിക്കുന്നവർ, സിഗരറ്റ് വലിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ. അതിനാൽ അതിൻ്റെ മേഖലയിലായിരിക്കാം ചില കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചിടുന്നത്. നമുക്ക് ഈ നിമിഷം അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്കറിയാം ഇതാണ്, ഈ മേഖലയിലാണ് പിശാചിനെ ബന്ധിച്ചിടുന്നത്. രോഗം മൂലം, അല്ലെങ്കിൽ ലഹരി, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തങ്ങൾ, ജഡിക പാപങ്ങൾ മൂലം യേശുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വിശുദ്ധ കുർബാനയുടെ വിടുതൽ ഈ കുടുംബങ്ങളിലെല്ലാം, ഈ വ്യക്തികളിലെല്ലാം, പ്രത്യേകിച്ച് ലഹരി, മദ്യപാനം, ദുശ്ശീലങ്ങൾ,
ജടിക പാപങ്ങൾ, ഈ അടിമത്തത്തിൻ്റെ മേഖലയിൽ യേശുവിൻ്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ പ്രത്യേകമായിട്ട് രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ രോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അതിനെ സ്വാധീനിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും യേശുവിൻ്റെ വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ നിർവീര്യമാകാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അനേകം കുടുംബങ്ങളെ, അനേകം ജീവിതങ്ങളെ പിശാച് അറ്റാക്ക് ചെയ്യുന്ന, ബന്ധിക്കുന്ന മേഖല അത് വരുമാന മാർഗം, ജോലി മേഖലകളിലാണ്. വരുമാന മാർഗം, ചിലപ്പോൾ സാമ്പത്തിക കടബാധ്യത മാറുന്നില്ല. എത്ര അധ്വാനിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ മേഖലയിൽ ഒരു ഉയർച്ചയില്ല. വീട്ടിൽ 3-4 പേര് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും മിച്ചമില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് പേരുടെ പരാതിയുണ്ട്. ജോലി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ, മറ്റുള്ളവർ നോക്കുമ്പോൾ ജോലിയുണ്ട്, പക്ഷേ എങ്ങനെ വരുന്ന പണം പോകുന്നു, അത് ഒരു അനുഗ്രഹമായിട്ട്, അതൊരു നന്മയായിട്ട് അനുഭവിക്കുന്നില്ല. ചിലർ വർഷങ്ങളായിട്ട്, ചിലപ്പോൾ നീണ്ട നാളുകളായിട്ട് വിദേശത്തേക്ക് പോകുവാൻ, ഒരു പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷെ ഞാൻ കാണുന്നു, എന്നേക്കാൾ പിറകിൽ ആയിരുന്നവർ ജോലി കിട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ ആ പരീക്ഷ പാസ്സാകുന്നു. എനിക്ക് എവിടേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാലും എല്ലായിടത്തും തടസ്സം, അങ്ങനെ പറയുന്നവരുണ്ട്. ഏത് ഫീൽഡ് തിരഞ്ഞെടുത്താലും തടസ്സം, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ ചില കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചിടുന്നത് ഈ വരുമാന മാർഗത്തിൻ്റെ മേലിലായിരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, 1-ാം സ്ഥാനം സമ്പത്തിന് കൊടുത്തു, അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു വേലയും ചെയ്യരുത്, 1-ാമത്തെയോ 3-ാമത്തെയോ കൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുമാന മാർഗത്തെ ഗൗരവമായിട്ട് ബാധിക്കും. ഫസ്റ്റ് ആൻഡ് തേർഡ് കമാൻഡ്മെൻറ്റ്, ദ വയലേഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് കമാൻഡ്മെൻറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് യുവർ വെൽത്ത്. നമ്മുടെ സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും. 1-ാമത്തെയോ 3-ാമത്തെയോ കൽപ്പനകളുടെ ലംഘനം ഡയറക്റ്റായിട്ട് അത് ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പരിശോധിക്കേണ്ടത്, ഈ മേഖലകളിൽ നമ്മുടെ കുടുംബത്തിൽ ഇന്നലകളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ആൻഡ് തേർഡ് കമാൻഡ്മെൻറ്റിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഗൗരവമാണ്. അത് ഒരു തലമുറയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അടുത്ത തലമുറയിലേക്ക് മാറും, അത് വിശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ. അപ്പോൾ നമ്മൾ അതിൽ ദൈവത്തിന് ഇടം കൊടുക്കാതിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പന് ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു, അതിൽ അവിശ്വസ്തത കാണിച്ചു, ഉദാഹരണത്തിന് കൈക്കൂലി വാങ്ങി. അപ്പോൾ ഓർക്കുക, ചിലപ്പോൾ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഓർക്കുക, ആ ഒരു ഡിസിഷൻ വഴി, കൈക്കൂലി വാങ്ങുക എന്നൊരു കാര്യം വഴി ആ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെയും വരുമാന മാർഗത്തിൽ പിശാചിൻ്റെ ഭരണം വരാം. അപ്പോൾ ഏത് മേഖലയിലാണ് നമ്മൾ അതിനോർത്ത് അനുദപിച്ച് യേശുവിനെ സ്വീകരിക്കുക, നമുക്ക് സമർപ്പിക്കാം. വരുമാന മാർഗം, പ്രത്യേകിച്ച് കടബാധ്യത, പ്രത്യേകിച്ച് ജോലി മേഖലയിൽ തടസ്സം, പഠിച്ച മേഖലയിൽ ജോലി കിട്ടുന്നില്ല, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ബിസിനസ് ആരംഭിച്ചു, ലോൺ എടുത്തൊക്കെ ബിസിനസ് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബിസിനസ്സിൻ്റെ മേഖലയിൽ തടസ്സം, ജോലി മേഖലയിൽ തടസ്സം, വിദേശത്തേക്ക് ചെന്നു, ഇപ്പോഴും വിദേശ ജോലി ആയിട്ടില്ല, അല്ലെങ്കിൽ ജോലി ചെയ്തതിൻ്റെ പണം കിട്ടിയിട്ടില്ല, ഇങ്ങനെ വേദനിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നിമിഷം ആ വ്യക്തികളിൽ, ആ കുടുംബങ്ങളിൽ ദൈവിക ഇടപെടൽ കടന്നു വരുവാൻ, തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന,
ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടി നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഏത് മേഖലയിലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു, ഏത് മേഖലയിലാണ് എൻ്റെ ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കുടുംബം ബന്ധനം അനുഭവിക്കുന്നത്, ആ മേഖലയെ സമർപ്പിച്ചൊന്നുകൂടി പ്രാർത്ഥിക്കുക. ഏത് മേഖലയിലാണ് യേശുവേ, ഈ ആരാധന നിമിഷങ്ങളിൽ ഈ തടസ്സം മാറിപ്പോകട്ടെ, ഈ ബന്ധനം അഴിയട്ടെ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഭരണം വരട്ടെ, തിന്മയുടെ ഭരണം നിർവീര്യമാകട്ടെ. പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം ഒരിക്കൽ കൂടി യോഹന്നാൻ 6:56. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അഭിഷേകമായി നമുക്ക് ഈശോയെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നും എന്നേരവും ആരാധന. ഇന്നത്തെ വചനം യോഹന്നാൻ 6:56. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.